ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചേമ്പ് കറി ആയാലോ? നമുക്ക് പച്ചക്കറിയുടെ കൂട്ടത്തിൽ 2 ചേമ്പ് കിട്ടിയതാണേ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു ചേമ്പ് കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കറിയാണ് ചേമ്പിൻ്റെ നമ്മൾ ഉടച്ചേറി വെക്കുന്നത്. അപ്പോൾ ചേമ്പ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരമുറി തേങ്ങയുടെ ആണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങയാണ് ചേർത്തേക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി, നമ്മുടെ സവാളയല്ല, ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ജീരകം. അധികം ജീരകം ചേർക്കണ്ട, ജീരകം കൂടുതൽ ചേർത്താൽ അതിൻ്റെ ചെവ കൂടുതലായിട്ട് വരും. ഇതെല്ലാം കൂടെ അതിൻ്റെ കൂടെ ഒരു 2 കറിവേപ്പിലയും കൂടെ, അത് ടേസ്റ്റ് കൂട്ടാനും ഒരു എന്താ പറയുക, മണം കൂട്ടാനുമാണ്. അപ്പം നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ചീനിച്ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയുടെ കൂടെ അരിഞ്ഞത് അതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ചെറിയ തീയിൽ നന്നായിട്ട് നല്ലൊരു കളർ വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു കളർ വരണം, ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർക്കാമേ. അത് നമ്മുടെ കറിക്ക് ഒരു ചെറിയൊരു കളർ വരാനാണ്, കടുക് വറുക്കുമ്പോൾ നല്ലൊരു കളർ വരാൻ വേണ്ടി മാത്രമാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂട്ടില്ലായിരുന്നു, അത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറിയ തള വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് അരപ്പ് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടണം. ചെറിയ തീയിൽ വേവണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയുടെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ഒരു സ്മെല്ല് വരുമേ. അത് അതുകൊണ്ട് ചെറിയ തീയിൽ വേണം അത് വേവിച്ചെടുക്കാനായിട്ട്, തിളപ്പിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ ചേമ്പ് വേവിച്ച് ഉടച്ച് വെച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. കൂടുതൽ തിളച്ച് വരണ്ട, ഒരു ചെറിയ തിള വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ തിളച്ച് പോകരുത് കേട്ടോ, കാരണം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചേമ്പ് നന്നായിട്ട് വെന്തുടച്ചതാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്